ഹോണ്ടയുടെ ഫ്യൂച്ചർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഹോണ്ട ഒരു വാഹനം എത്ര എഫക്റ്റീവായിട്ട് എയർ കട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറഞ്ചോൺ. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ 2017 മോഡൽ സിറ്റിയാണ്. വി എന്ന ഓപ്ഷനാണുള്ളത്. ഇതിൻ്റെ 5 വേരിയൻ്റാണ് ഉള്ളത്. 2017 ഇറങ്ങിയ സിറ്റിക്ക് അതിൻ്റെ വി ഓപ്ഷൻ, അതായത് മിഡിൽ ഓപ്ഷൻ തന്നെയാണ് വണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റൈലിംഗ് കാര്യങ്ങൾ, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ന്യൂ സീരീസും അല്ല, ഓൾഡ് സീരീസും അല്ല. ആക്ച്വലി സിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിറ്റി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ഒരു എഞ്ചിൻ ടൈപ്പിലുള്ള ഈ ഒരു സ്റ്റൈലിംഗ് ഉള്ള വണ്ടി ഇപ്പോഴില്ല. അതിന് പകരം ഒരു പുതിയതായിട്ടുള്ള സ്മാർട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വേർഷനാണ് ഇറങ്ങിയേക്കുന്നത്. സോ അപ്പം ഇതിൻ്റെ ഈ ഐവി ടെക്കിൻ്റെ ഗുണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസറിനായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ഒരു വണ്ടി കമ്പാരിറ്റീവ്ലി എങ്ങനെയുണ്ടെന്നുള്ളതും അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. സിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഹോണ്ട അവതരിപ്പിച്ചത് 98 കാലഘട്ടങ്ങളിലാണ്. ഈ 98 കാലങ്ങളിൽ ഈ വണ്ടി വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പരിചയമില്ലാത്തൊരു ഡിസൈനായിരുന്നു. ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഒരു സ്റ്റൈലിങ്ങിൻ്റെ മാറ്റർ ആണെങ്കിലും അതിനെല്ലാം കൊണ്ട് ഹോണ്ട ഒത്തിണങ്ങിയ ഒരു വണ്ടിയാണ് അന്ന് ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചത്. അതിനുശേഷം ഏകദേശം ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞു, ഏകദേശം 7th ജനറേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയധികം മാറ്റങ്ങളുണ്ട്. ഇത് ഏകദേശം 6th ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പം അത്രയധികം മാറ്റങ്ങൾ വന്നൊരു വണ്ടിയാണ്. അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 25 വർഷത്തിന് മുകളിലായിട്ട് ഇന്ത്യയിൽ ഉള്ള വണ്ടിയാണ്. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വണ്ടി റിവ്യൂ ചെയ്യുന്നത് ഞാനല്ല, ഇതിൻ്റെ യൂസർ തന്നെയാണ് റിവ്യൂ ചെയ്യുന്നത്, ഓണർ തന്നെയാണ് റിവ്യൂ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. സോ എന്നേക്കാൾ ഉപരി ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ അദ്ദേഹത്തിന് പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. നമ്മുടെ കസിൻ തന്നെയാണ്. ഹായ്ഡാ. ഇതാണ് കിരൺ. കിരൺ, ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നോടാണ് ചോദിക്കാനുള്ളത്. നീയാണ് ഇത്ര കാലം വണ്ടി യൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ വണ്ടീനെ പറ്റി പറയാനുള്ളത്? വണ്ടി 2017 എടുത്തത്. ആ സമയത്ത് മെയിനായിട്ട് 3 വണ്ടിയായിരുന്നു നോക്കിയിരുന്നത്. ഒന്ന് സിയാസ് വെർണ ആയിരുന്നു, ഒന്ന് സിറ്റി ആയിരുന്നു. പിന്നെ സെഡാൻ എനിക്ക് പണ്ട് മുതലേ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നു സെഡാൻ പണ്ട് മുതൽ. ഈ സിറ്റിയുടെ ഫസ്റ്റ് ജനറേഷൻ മുതൽ ഞാൻ പിക്ചറൊക്കെ കണ്ട് ഫോളോ അപ്പ് ചെയ്ത് വന്ന ഇതായിരുന്നു. സോ അങ്ങനെയാണ് ആ സമയത്ത് നോക്കിയത്. പിന്നെ ആ സമയത്ത് ഈ വണ്ടി നോക്കിയപ്പോൾ ബാക്കി കോമ്പറ്റീറ്റേഴ്സ് വെച്ചിട്ട് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിരുന്നു. ഇതിൻ്റെ ഐവി ടെക് ആണ് വരുന്നത്, 1.5 ലിറ്റർ ഐവി ടെക് ആണ് വരുന്നത്. അതിൻ്റെ റിഫൈൻമെൻ്റ് ഉണ്ട്, പിന്നെ നല്ല മിഡ് റേഞ്ച് പവറും ഒക്കെയുള്ള ഇതായതുകൊണ്ട് തന്നെ അന്ന് ഇത് റൗണ്ട് അപ്പ് ചെയ്യായിരുന്നു ഞങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ 2017 കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ സിയാസും ഉണ്ടായിരുന്നു, വേർണ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സിറ്റിയിലേക്ക് മാറിയത്? അന്ന് ഈ 3 വണ്ടിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ആക്ച്വലി ഇത് ഫാമിലി വെഹിക്കിൾ ആയിട്ടായിരുന്നു ഇത് എടുക്കാൻ ഉദ്ദേശിച്ചത്. സോ സ്പേസ് വളരെ വലിയൊരു കൺസേൺ ആയിരുന്നു. സോ സിയാസ് ആക്ച്വലി സ്പേസ് വാസ് വെരി ബെറ്റർ. ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിരുന്നു, സീറ്റ് അപ്പോൾസ്ട്രിയും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ സിയാസിൻ്റെ ഒരു ബിൽഡായിരുന്നു ആക്ച്വലി ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു ഫാക്ടർ. പിന്നെ ആക്ച്വലി ഞങ്ങൾ ഡീസലല്ല പെട്രോൾ ആയിരുന്നു ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത്. സോ സിയാസിൻ്റെ പെട്രോൾ എഞ്ചിനും അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക ഒരു റിഫൈൻഡ് ആയിരുന്നു, പക്ഷേ ഇത് നമുക്ക് വേണ്ട ഒരു പെർഫോമൻസോ എക്സൈറ്റ്മെൻറ്റോ തരുന്നില്ലായിരുന്നു സിയാസ്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വെർണ ആയിരുന്നു. വെർണ ബിൽഡ് നല്ലതായിരുന്നു, വെഹിക്കിൾ ഓൾ ടുഗദർ നല്ലതായിരുന്നു, എഞ്ചിനും വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു 1.6 വി ടി എഞ്ചിൻ എങ്ങാണ്ടായിരുന്നു വരുന്നത്. പക്ഷേ ഫാമിലി വെഹിക്കിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലെ സ്പേസ് വളരെ പ്രത്യേകിച്ച് ബാക്കിൽ ലെഗ് റൂമൊക്കെ വളരെ ക്രാമ്പത്തായിരുന്നു. സോ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു കോമ്പിനേഷൻ എനിക്ക് സിറ്റിയാണ് കിട്ടിയത്. സോ അതാണ് സിറ്റി എടുക്കാൻ ഞങ്ങൾ ആക്ച്വലി തീരുമാനിച്ചത്. ഇപ്പം നമുക്ക് സിയാസും വെർണയും അല്ലാണ്ട് ശരിക്കും വെൻഡോ കൂടി ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് എന്ത് പറ്റി വെൻഡോയ്ക്ക്? വെൻഡോ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. എസ്പെഷ്യലി അതിൻ്റെ TSA എഞ്ചിൻ, അതൊരു ജെം ഓഫ് എൻ എഞ്ചിനാണ്. പിന്നെ വോക്സ്വാഗൻ്റെയും സ്കോഡയുടെയും ബിൽഡ് വെൽ ഫേമസ് ആണ്. സോ അത് ആക്ച്വലി ഞാൻ കൺസിഡർ ചെയ്ത വെഹിക്കിൾ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സർവീസ് കോസ്റ്റും മെയിൻ്റനൻസും പാർട്സിൻ്റെ ഒരു ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഒക്കെ നമ്മൾ കുറേ റിവ്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല വെൻഡോയുടെ ഈ ഒരു മോഡൽ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനെക്കാട്ടി കുറച്ചും കൂടി മേലെയായിരുന്നു. എനിക്ക് ആക്ച്വലി VMT അന്ന് 10 lakhs ജസ്റ്റ് ഷോർട്ടിനാണ് എനിക്ക് കിട്ടിയത്. 9.99 അങ്ങനെ എന്തുകൊണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഈ 10 lakhs മേലെ വരുന്ന ടാക്സും റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ആക്ച്വലി സിറ്റി ഒരു ഐഡിയൽ ആയിട്ടുള്ള എല്ലാ ഓപ്ഷനും ടിക്ക് ചെയ്യുന്ന ഒരു വെഹിക്കിളായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് സിറ്റിയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ കിരണേ, ഈ ഹെഡ് ലാമ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? ഹെഡ് ലാമ്പ് ഒരു ബേസിക് ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു 2 ഹൗസിംഗ് ഉള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റും ഒരു ഹാലജൻ ഒരു ഇൻഡിക്കേറ്റർ യൂണിറ്റാണ് വരുന്നത്.
ഇതിന്റെ പിന്നെ ഹയർ മോഡൽസ് ആയ VX ലും ZX ലും ഒരു LED സെറ്റപ്പ് ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിനെക്കാട്ടി കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ട് ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പും ഗ്രില്ലാണെങ്കിൽ തന്നെയും അത്രയും പ്രീ ഫേസ് ലിഫ്റ്റ് അത്രയും ബൾക്കി അല്ലാണ്ട് വളരെ കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ മോഡലിൽ. DRL ഇപ്പൊ ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേരെ ത്രൂട്ട് താഴെ വരും. DRL ഇപ്പോൾ ജസ്റ്റ് എൽ ഷേപ്പിൽ ഇവിടം വരെ കണക്ട് ചെയ്തിട്ട് DR സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ഫോഗ് ലാമ്പ് ഒക്കെ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത്. ഫോഗ് ലാമ്പ് ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഹാലോജൻ സെറ്റപ്പാണ്. ഈ പറഞ്ഞ പോലത്തെ ഹയർ മോഡലിൽ അത് LED സെറ്റപ്പായിട്ട് മാറും. ബോണറ്റിലെ കട്ടിംഗ് ക്രീസ് ഒക്കെ കാണുമ്പോഴേ എങ്ങനെയുണ്ട് എയറോഡൈനാമിക്സ് ഒക്കെ ഇതിന്റെ? ഇത് ആക്ച്വലി ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഡ്രാഗ് കോവിഷൻ ഉള്ള ഒരു വണ്ടിയാണ്. 0.31 ഡ്രാഗ് കോവിഷന്റെ വരുന്ന ഒരു വണ്ടിയാണ് സിറ്റി. അതുകൊണ്ട് തന്നെ വളരെ എയറോഡൈനാമിക് ആണ്. നമുക്ക് അതിന്റെ കട്ട്സ് ആൻഡ് ക്രീസസ് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ഫിഗർ അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെ സ്ലൂപ്പിംഗ് ആയിട്ടുള്ള ഒരു ബോണറ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നെ കുറച്ച് കട്ട്സ് ആൻഡ് ക്രീസസ് ഒക്കെ അതിന്റെ ഒരു അത് ചിലപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിരിക്കാം വെച്ചിരിക്കുന്നത്. ഡ്രാഗ് കോഎഫിഷ്യന്റ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ചോദിക്കാണ്. എന്താ സംഭവം? ഡ്രാഗ് കോവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഹനം എത്ര എഫക്റ്റീവ് ആയിട്ട് എയർ കട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളൂ എന്നതിന്റെ ഒരു ഫിഗറാണ് ഡ്രാഗ് കോവിഷൻ എന്ന് പറയുന്നത്. അതിപ്പോ കൂടുതലാണോ കുറവാണോ? അത് എത്രത്തോളം കുറവാകുന്നു അത്രത്തോളം എഫിഷ്യന്റ് ആണ്, അത്രത്തോളം ഡ്രാഗ് കുറയും. സോ മൈലേജ് ഫിഗേഴ്സ് കുറയും. അത്ര എഫേർട്ട് എഞ്ചിൻ എടുക്കേണ്ടി വരുന്നില്ല വണ്ടി മുന്നോട്ട് ചലിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ SUV അല്ലെങ്കിൽ ബൾക്ക് ആയിട്ടുള്ള വെഹിക്കിൾസും ഡ്രാഗ് ഓപ്ഷൻ കൂടുതലായിരിക്കും. ഈ ബോക്സി ഡിസൈൻസിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അതെ ഡ്രാഗ് വളരെ കൂടുതലായിരിക്കും ഇതിനൊക്കെ. അതുകൊണ്ട് തന്നെയാണ് സെഡാൻസ് കമ്പാരിറ്റീവ്ലി ഒരേ എഞ്ചിനുള്ള സെഡാൻസ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ മൈലേജ് കൊടുക്കുന്നത് ഈ ഒരു പാരാമീറ്റർ ഉള്ളതുകൊണ്ടാണ്. ഓ ശരി. ഇത് ആദ്യമായിട്ട് കിട്ടിയ ഒരു അറിവാട്ടോ, സത്യം എനിക്കറിയത്തില്ലായിരുന്നു. ശരി, ബാക്കിയല്ല ഇപ്പൊ വിൻഷീൽഡിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ലൂപ്പിംഗ് എഡ്ജസ് ഒക്കെ, പിന്നെ വിസിബിലിറ്റി ഒക്കെ? വിസിബിലിറ്റി അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മളൊരു താഴ്ന്നിരിക്കുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ ഡിഫിക്കൽറ്റി പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ വിൻഷീൽഡ് അഡിക്വേറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വൈപ്പേഴ്സ് വരുന്നത് ഈ മോഡല് യൂഷ്വൽ വൈപ്പേഴ്സ് ആണ് വരുന്നത്. ഇത് പിന്നെ ഞാനൊരു ഫ്രെയിംലെസ് ആയിട്ടുള്ളൊരു വൈപ്പേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കമ്പനി തരുന്ന അത്ര എനിക്ക് അഡിക്വേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇതിന്റെ ഒരു ഹയർ മോഡൽസിലും ഓട്ടോമാറ്റിക് വൈപ്പർ സെറ്റപ്പ് ഒക്കെ അവൈലബിൾ ആണ്. സിറ്റിയുടെ സൈഡ് വ്യൂവിനെ പറ്റിയിട്ട് ഇപ്പൊ വീലിനൊക്കെ പറ്റിയിട്ട് എങ്ങനെയാണ്? സൈഡ് പ്രൊഫൈൽ എന്ന് പറയുകയാണെങ്കിൽ വീൽ ആക്ച്വലി 15 ഇഞ്ചസ് ആണ് വരുന്നത്. നമ്മുടെ കമ്പനി അലോയ്സ് തന്നെയാണ്, ഡയമണ്ട് കട്ടാണ് വരുന്നത്. ഇതിന്റെ ഹയർ മോഡൽസും ഡയമണ്ട് കട്ട് തന്നെ, പക്ഷേ വേറൊരു ഡിസൈനാണ് വരുന്നത്. VX ലും ZX ലും വേറൊരു ഡിസൈൻ 16 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാണെങ്കിൽ പിന്നെ അത് യൂഷ്വലി കമ്പനി തരുന്നത് 175 സെക്ഷൻ ടയറാണ് തരുന്നത്. പക്ഷെ 175 സത്യം പറഞ്ഞ ഒരു കോസ്റ്റ് കട്ടിങ് മെത്തേഡായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടിക്കൊക്കെ മിനിമം ഒരു 195 ഒക്കെ സെക്ഷൻ തരാറുണ്ട്. സോ അത് ആക്ച്വലി കോസ്റ്റ് കട്ടിങ് പോലെ എനിക്ക് തോന്നി. സോ ഞാൻ പിന്നീട് അത് ടയർ പോണ ടൈപ്പ് ഞാൻ 195 അപ്ഗ്രേഡ് ചെയ്തത്. പിന്നെ സൈഡ് പ്രൊഫൈൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം അതേ ഒരു പ്രൊഫൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പില്ലറിൽ നമ്മുടെ ഒരു സൈഡ് വ്യൂ മിറർ വരുന്നുണ്ട്. അതിൽ ഇൻറ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. മിറർ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ അഡിക്വേറ്റ് ആണ്, വിസിബിൾ ആണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്, 165 ആണ് ആക്ച്വലി വരുന്നത്. കുറച്ചും കൂടി താഴെ. ഒക്കെ വരികയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് ഓടിക്കും. അതെ, അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടില്ല. പക്ഷെ വളരെ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു എക്സ്ട്രാ അബ്നോർമൽ ആയിട്ടുള്ള ഹമ്പൊക്കെ ഉണ്ട്. അതൊക്കെ കുറച്ച് സൂക്ഷിച്ചെടുത്തിന് തട്ടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ഹാൻഡിലുണ്ട്, മറ്റേ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അഡീഷണൽ ചെയ്തതായിരിക്കും. ഇതൊരു ക്രാഷ് കാർഡ് നമ്മൾ അഡീഷണൽ കൊടുത്തതാണ്. ഇത് അക്സസറി ആയിട്ട് ചെയ്തതാണ്. ഇവിടെയൊക്കെ ക്രോം അഡീഷണൽ ആയിട്ട് വെച്ചതാണോ? അല്ല, ഇത് യൂഷ്വലി ഇത് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ തന്നെ വരുന്നത്. ഷാർപ്പിൻ ആന്റിന വരുന്നുണ്ട്. പിന്നെ ഹയർ മോഡൽസിൽ VX ലും ZX ലാണെങ്കിൽ സൺറൂഫും കൂടി അവൈലബിൾ ആണ്. അല്ലല്ല, ജസ്റ്റ് മൂൺ റൂഫ് പോലെ ചെറിയൊരു സംഭവം. ഡിഫോഗർ ഒക്കെ ഇൻബിൽഡ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ വൈപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഈ മോഡൽ. ഹയർ മോഡൽസ് ആണെങ്കിലും വൈപ്പേഴ്സ് ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ആ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ ബാക്ക് പ്രൊഫൈൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്രീ ഫേസിൽ വലിയ വ്യത്യാസം തോന്നിട്ടില്ല. ആകെ കൂടെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയത് ഈ ഗ്രൂവ് ഡിസൈൻ ഫേസ് ലിഫ്റ്റ് ആയപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് സെൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ മോഡൽ വരുന്നതാണ്. പിന്നെ ഒരു റിവേഴ്സ് ക്യാമറയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. ബൂട്ട് സ്പേസ് ആക്ച്വലി വളരെ അഡിക്വേറ്റ്, വളരെ ഈ സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് ഉള്ള ഒരു ഇതാണ്. അതെ. 400-420 ലിറ്ററിന്റെ അടുത്തുണ്ടാവും. റേഞ്ചിൽ ഉണ്ടാവും. ഈ സ്പെയർ ടയർ ഒക്കെ ഇതിന്റെ അടിയിൽ തന്നെ. സ്പെയർ ടയർ ഒക്കെ ഇത് വരുന്ന ഇതിലാണ്. സ്പെയർ ടയർ ജാക്കി സെറ്റപ്പ് ഒക്കെ ഇത് മൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത്.
അതും 15 ഇഞ്ച് 15 ഇഞ്ച് തന്നെയാണ്, പക്ഷേ അത് സ്റ്റീൽ ട്രിമാണ് അലയല്ല. ഓക്കെ. സിറ്റിയുടെ എഞ്ചിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? എഞ്ചിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1.5 ലിറ്റർ IVTEC സെറ്റപ്പ് ആണ്, 4 സിലിണ്ടർ യൂണിറ്റ് ആണ് വരുന്നത്. IVTECന്റെ സ്പെഷ്യാലിറ്റി അതായത് ഇൻഡിപെൻഡൻറ്റ് ക്യാം ഷാഫ്റ്റ് ഉണ്ട്, ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ കുറച്ചും കൂടി നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പവർ ഡെലിവറി ഈ എഞ്ചിൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, വളരെ ക്രാംഡ് ഒപ്പം ഒന്നല്ല. ഇത് അത്യാവശ്യം വലിയ എഞ്ചിൻ ആണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ സ്പേസ് ബാക്കി നമുക്ക് അതെ അതെ സൗകര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ. ഡോറും തുറക്കാം. ഓക്കെ, ഡോർ സെറ്റപ്പ് ഒരു അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഡോർ തന്നെയാണ്. പക്ഷേ കമ്പാരിറ്റീവ് നമ്മുടെ വോക്സ് വാഗൺ സ്റ്റാൻഡേർഡ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരു കംഫർട്ടബിൾ ആവുന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. പിന്നെ ഡോർ സെറ്റ് പറയുകയാണെങ്കിൽ ഇതിൽ 2 സ്പീക്കേഴ്സ് 4+4 സ്പീക്കറാണ് ഇതിൽ വന്നിരിക്കുന്നത്. 4 സ്പീക്കറും 4 ട്വീറ്റർ സെറ്റപ്പാണ് ഈ വാറണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ട്വീറ്ററും കാണാം, ഒരു അടിയിലായിട്ടുള്ള സ്പീക്കറും കാണാം. പിന്നെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു എക്കണോമിക്സ് തന്നെ ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കൺട്രോൾസ് ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയുണ്ട്. ഈ ഈസി ടു ആക്സസിബിൾ ആണ്. ഒരു ലോക്ക് അൺലോക്ക് ബട്ടൺ ഉണ്ട്, ഒരു മിറർ ഹോൾ ബട്ടൺ ഉണ്ട്. പിന്നെ 4 പവർ വിൻഡോസ് ആണ്, ഒരെണ്ണമാണ് ഓട്ടോ. ഇതിന്റെ ഹയർ മോഡൽസ് വരുമ്പോൾ 4 ഓട്ടോ പ്ലസ് ഓട്ടോ ഓപ്പൺ ആയിട്ട് വരും. ഈ ആന്റി പിഞ്ച് ഫീച്ചേഴ്സ് അങ്ങനെ എന്തെയുണ്ടോ? ഇതിന്റെ VX-ലും ZX-ലും ആന്റി പിഞ്ച് വരുന്നുണ്ട്, ഈ VMT-ൽ ഇത് വരുന്നില്ല. ഓക്കെ. പിന്നെ ഹെയർ മോഡൽസ് ആണ്, ഇതിനൊക്കെ കുറച്ച് ലെതർ അപ്പോൾസ്റ്ററിക് ആയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ശരി. സീറ്റിന്റെ ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം? സീറ്റ് അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലംബോ സപ്പോർട്ടും കുഴപ്പമില്ലാത്ത തൈ സപ്പോർട്ടും. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള ഒരു ഡ്രൈവിംഗ് സീറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ 2 അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, നമുക്ക് ഹൈറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ നമുക്ക് റിക്ലൈനിൻ്റെ ഒരു ഇതുമാണ് തന്നിരിക്കുന്നത്. എല്ലാം മാനുവലാണ്. ഇതിൻ്റെ ഹയർ മോഡൽസ് ആണെങ്കിലും മാനുവൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ മോഡലിൽ എന്തായാലും. സ്റ്റിയറിങ്ങിനൊക്കെ വരികയാണെങ്കിൽ ഒരു 3 സ്പോക്ക് സെറ്റപ്പാണ് നമുക്ക് ഈ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ വണ്ടിക്ക്. ഇതിലാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റപ്പ് കാണാം. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇൻഫോടൈം കൺട്രോൾ ചെയ്യുന്ന സംഭവം, പിന്നെ ഇവിടെ കോൾ ഹാൻഡിൽ ചെയ്യുന്ന 3 ബട്ടൺസും കാണാം. പിന്നെ സ്റ്റിയറിങ്ങിൽ ഇതിൽ റീച്ച് മാത്രമേ ഉള്ളൂ. മറ്റാണെങ്കിൽ ഹയർ മോഡൽസ് ആണെങ്കിൽ ടെലിസ്കോപ്പിംഗ് കൂടി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ റൈറ്റിലാണ് നമ്മുടെ ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ സെറ്റപ്പ് റൈറ്റിലാണ്. പിന്നെ ലെഫ്റ്റിൽ വരികയാണെങ്കിൽ വൈപ്പറിൻ്റെ സെറ്റപ്പ് കാണാം. ഓട്ടോമാറ്റിക് അല്ല, ഇതിൻ്റെ ഹയർ മോഡൽസിൽ നമുക്ക് ഇതും ഒരു ഓട്ടോമാറ്റിക്കലായിട്ട് മാറും. ഓക്കെ. അനലോഗ് ഡിസ്പ്ലേ ആണ്. യെസ്, അനലോഗ് 2 അനലോഗാണ്. ഒന്നിൽ ഒരു ഡിസ്പ്ലേ, ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കാണിക്കുന്ന ചെറിയൊരു സ്ക്രീനാണ്. അത്യാവശ്യം നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കുറച്ചൊരു ഡ്രൈവർ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചൊരു ടിൽറ്റിംഗ് ഉണ്ട്. യെസ്, ചെറിയൊരു ആംഗിൾ ടിൽറ്റ് നമുക്ക് ഡ്രൈവറിലോട്ട് ഉണ്ട്. ഓക്കെ. അത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആക്സസിബിലിറ്റി വേണ്ടിയായിരിക്കും തന്നിരിക്കുന്നത്. രാത്രിയൊക്കെ എന്താ അവസ്ഥ? ലൈറ്റിന്റെ വരുന്ന റിഫ്ലക്ഷൻ വല്ലതും പ്രശ്നമാവാറുണ്ടോ? ഇല്ല, രാത്രിയില്ല. നമുക്ക് ഉള്ളിൽ മൊത്തം ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ആകെ വരുന്ന ലൈറ്റ് പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ AC യൂണിറ്റ്, ഇത് മൊത്തം ടച്ച് യൂണിറ്റ് ആണ് വരുന്നത് AC. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റും പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഡിസ്പ്ലേ ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് കാര്യമായിട്ട് ബാധിക്കാറില്ല. ആണെങ്കിൽ നമുക്ക് ഇവിടെ മിറർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഫോൾഡിൻ്റെ ഒരു ബട്ടൺ കാണാം. പിന്നെ അടിയിലാണെങ്കിൽ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ കാണാം. പിന്നെ വരുന്നത് നമ്മുടെ യൂണിറ്റിലോട്ടാണ്, നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റിലോട്ടാണ്. ഇതിൽ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു അനലോഗ് ഡിസ്പ്ലേ ആണ്. ഒരു RPM മീറ്ററും ഒരു സ്പീഡോമീറ്ററും കാണാം. പിന്നെ ചെറിയൊരു നമുക്കൊരു ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിലും കാണാം. അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ അതിൽ കിട്ടും. അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇതാണ്, ഒരു റോട്ടറി ഡയൽ സ്വിച്ചാണ് വരുന്നത്. പിന്നെ അടുത്തത് നമുക്ക് വരികയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ യൂണിറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹാൻഡ് ബ്രേക്ക് സെറ്റപ്പ് കാണാം. ബേസിക്കായിട്ട് ഹാൻഡ് ബ്രേക്ക് സെറ്റപ്പാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയർ എന്ന് പറയുകയാണെങ്കിൽ 5 സ്പീഡ് മാനുവലാണ്. ഒരു റിവേഴ്സും വരുന്നത്, മൊത്തം 6 സ്പീഡ് സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 വോട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റ് തന്നിട്ടുണ്ട്. ഒരു HDMI യൂണിറ്റും 2 USB-യുടെ ചാർജിങ് പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഫാനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ടച്ച് സ്ക്രീൻ AC ഇൻഫോർടൈൻമെൻറ്റ് AC യൂണിറ്റാണ് തന്നിരിക്കുന്നത്. അതിൽ ഡുവൽ സോൺ ക്ലൈൻറ്റ് കൺട്രോളാണ് തന്നിരിക്കുന്നത്. എല്ലാ കൺട്രോൾസും ടച്ചാണ്. ഓട്ടോ ഓഫ് ബട്ടണൊക്കെ ടച്ചാണ്. മോഡ് സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അതിപ്പോൾ പുതിയ ഹോണ്ടയിലൊക്കെ നല്ല അപ്ഡേറ്റഡ് ആയിട്ട് വേർഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ വളരെ ലോ റെസൊല്യൂഷനുള്ള ഒരു ബേസിക് സെറ്റപ്പാണ് തന്നിരിക്കുന്നത്. ഓഡിയോ കുഴപ്പമില്ല. പിന്നെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിങ്ങിനൊക്കെ ഒരു റിവേഴ്സ് ക്യാമറ ആക്സസ് ചെയ്യായിട്ടുള്ള ഒരു സംഭവത്തിൽ തന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഇതിലില്ല. പിന്നെ നമുക്കൊരു ഹസാർഡ് ലൈറ്റ് തന്നിട്ടുണ്ട്.
ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ടോ ഇതിനുള്ളിൽ? ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഇല്ല. ഓക്കെ. ഓക്കെ. പിന്നെ ഇൻബിൽഡ് ആയിട്ടൊരു മാപ്പും ഉണ്ട്. അത് ആദ്യമൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നിന്ന് നമ്മൾ കൂടുതലും ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് മാപ്പും കാര്യങ്ങളൊക്കെ. ആസ് എ പാസഞ്ചർ എന്ന നിലയ്ക്ക് ഞാൻ തന്നെ കയറി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ തന്നെ പറയാം. ഇതിൽ കയറുമ്പോൾ തന്നെ അറിയാം നല്ല ഏരിയ ഉണ്ട്, ഭയങ്കര ഏരിയ ആണ്. ഇത് സിറ്റിയുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെ അതാണ്. ഇത്രയും ഗ്രൗണ്ട് നമുക്ക് ലെഗ് സ്പേസ് വരുന്നുണ്ട്. അതായത് കിരണ് മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അവനവൻ്റെ ഡ്രൈവിംഗ് അഡ്ജസ്റ്റ് സീറ്റ് അവന് യോജിച്ച രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ഇത്രയും ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഹെഡ് റൂം അഡ്വക്കേറ്റ് ആണ്. എൻ്റെ ഹൈറ്റിൽ ചെറിയ ഒരു ലെവലിൽ സ്കൂപ്പ് ഔട്ട് ആവുന്നതുകൊണ്ടായിരിക്കാം മേ ബി അവിടെ അഡ്വക്കേറ്റിനാണ്. പിന്നെ ബാക്കിൽ നമുക്ക് ഇവിടെ ബാക്കിൽ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് AC വെൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ഇവിടെയുണ്ട്. പിന്നെ 2 പവർ ഔട്ട്ലെറ്റ് ഉണ്ട്, 12 വോൾട്ട് ചാർജറേഴ്സിനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സെൻട്രൽ ടണൽ ചെറിയ സെൻട്രൽ ടണലാണ്, വലിയ കുഴപ്പമില്ല. തേർഡ് പാസഞ്ചറിന് കുറച്ചുകൂടി ഈസായിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഐസോഫിക്സിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ തന്നെയുണ്ട്, അതിൻ്റെ ഹുക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ചാരി വരുന്നത് കൊണ്ട് തന്നെ ബക്കറ്റ് സീറ്റ് പോലെ ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ഏരിയ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെർവിക്കൽ സപ്പോർട്ടും അത്യാവശ്യം നല്ല ലെവലിലുണ്ട്. സോ നല്ല ഒരു ബാക്ക് സീറ്റ് തന്നെയാണ്. അടുത്തൊരു കൺസേൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ആണ്. മൈലേജിനെ പറ്റി എങ്ങനെയാണ് പറഞ്ഞത്? മൈലേജ് ആക്ച്വലി എന്താ പറയുക കൂടുതലും ഡ്രൈവ് ചെയ്യുന്നതിനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യും ഈ എൻജിൻ കൊടുത്ത്. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഒരു 17 to 18 ഒക്കെ കിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ യൂഷ്വൽ ഒരു ഡ്രൈവിംഗ് സിനാരിയോയിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള സിറ്റി, റൂറൽ ഹൈവേ അങ്ങനെയുള്ള സിറ്റിയിലൊക്കെ എനിക്ക് ഏകദേശം ഒരു 13 to 14 ആ ഒരു ഇതിലാണ് MID കാണിക്കുന്ന ആ ഫിഗറാണ്. 13 to 14 13 to 14, 13 to 14. അപ്പോൾ യൂഷ്വലി ചിലപ്പോൾ അതിനെക്കാട്ടി കുറച്ച് കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. ഹൈവേസിലൊക്കെ ആക്ച്വലി ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ എഞ്ചിൻ ഓടിക്കാൻ. എസ്പെഷ്യലി എഞ്ചിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ വളരെ എന്താ പറയുക ഭയങ്കര വൈഡാണ്. അതായത് നമുക്കിപ്പോൾ 5th ഗിയറിൽ ഒരു 20 ഇത്രയും ലോയിൽ സിറ്റി കൂടെ പോയാലും ഒരു നോക്കിങ്ങും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. അതേ 5th ഗിയറിൽ തന്നെ നമുക്കൊരു 100 മേലെ പോവുകയാണെങ്കിലും ആക്ച്വലി ഇതൊരു വളരെ ഫ്രീ ഡ്രൈവിംഗ് ആയിട്ടുള്ള എഞ്ചിനാണ്. സാധാരണ പെട്രോൾ എഞ്ചിനൊക്കെ ഒരു 5500 ലിമിറ്റ് ചെയ്യെങ്കിലും ഇത് 7000 RPM വരെ വളരെ ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന എഞ്ചിനാണ്. ഹൈവേസിലൊക്കെ എൻ്റെ ഹൈവേ മൈനസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. നമുക്ക് നന്നായിട്ട് ഒരു പവർ ഡെലിവറി ചെയ്യുന്ന എഞ്ചിനാണ്. പിന്നെ ഓവറോൾ ഒരു ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ചേസിസ് ഒക്കെ നല്ലൊരു ചേസിസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നല്ല സ്പീഡിലൊക്കെ പോകുമ്പോഴും എന്താ പറയുക ഒരു വിഗിലിങ്ങോ അല്ലെങ്കിൽ ഒരു ഷെയ്ക്കോ അങ്ങനെ തോന്നാണ്ട് ഒരു എയറോഡൈനാമിക്കലി കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കും. കട്ടും ക്രീസ് ഒക്കെ കുറച്ച് അതെ ലോ സ്ലങ് ആയിട്ടുള്ള ആരോ പോകുന്ന പോലെ ഒരു മൂവ്മെന്റ് ആണ്. അതെ. പിന്നെ അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ് നല്ല ബെറ്റർ ആണ് ആക്ച്വലി, കുഴപ്പമില്ലാതെ പറ്റുന്നുണ്ട്. മെക്കാനിക്കലി നോക്കുകയാണെങ്കിൽ ഈ എഞ്ചിന്റെ ഒരു നോവൽ കൺസെപ്റ്റ് ആണ്. ജപ്പാനീസിന്റെ ഒരു IVTEC എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഇതിന് വന്നിരിക്കുന്നത്. സോ യൂഷ്വലി എഞ്ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൂടുതൽ പെർഫോമൻസ് വരുമ്പോൾ യൂഷ്വലി എഞ്ചിൽ ഇഗ്നിഷൻ ടൈമിംഗ് ഒക്കെ ചെറിയ രീതിയിൽ മെക്കാനിക്കലി അഡ്ജസ്റ്റ് ചെയ്യും എഞ്ചിൻ. യൂഷ്വലി ഉള്ള ഒരു സാധാരണ എഞ്ചിനിലൊക്കെ വാൽവ് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറ്. ഇതിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാം ഷാഫ്റ്റ് തന്നെ ഈ എഞ്ചിനിൽ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന ഒരു കാര്യത്തിൽ കൂടുതൽ എഫക്റ്റീവാണ്. അത് തന്നെയാണ് ഞാൻ ഈ എഞ്ചിനിലൊരു നോവലായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് കണ്ടത് മെക്കാനിക്കലി പറയുകയാണെങ്കിൽ. പിന്നെ അതുകൊണ്ട് തന്നെ നല്ലൊരു 1.5 ലിറ്റർ എഞ്ചിനാണ്. ഈ ഒരു ടെക്നോളജി ഉള്ളത് തന്നെ ഒരു എന്താ പറയുക 145 Nm ടോർക്കും 117 bhp പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മിഡ് റേഞ്ച് ഒക്കെ നല്ല അടിപൊളിയാണ്. നല്ല പുള്ളിങ് ഉണ്ട് മിഡ് റേഞ്ചിലൊക്കെ. പവറൊക്കെ വളരെ ലീനറായിട്ട് ഡെലിവർ ചെയ്ത് മിഡ് റേഞ്ചിൽ നല്ലൊരു പഞ്ച് തരുന്ന ഒരു രീതിയിലേക്ക് എഞ്ചിൻ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ കൺസേൺ വെച്ച് കഴിഞ്ഞാൽ സർവീസാണ്. ഈ ഹോണ്ടയുടെ സർവീസിനെ പറ്റി അധികാരം മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ എന്താ ഈ വണ്ടീനെ പറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് പറയാം? ഹോണ്ട ബ്രാൻഡ് നമുക്കറിയാം വളരെ റിലയബിലിറ്റിക്ക് ഭയങ്കര ഒരു പേര് കേട്ട ഒരു ബ്രാൻഡാണ്. അത് ആക്ച്വലി അത് കാണിക്കുന്നുണ്ട് ഈ വണ്ടി. കാരണം ഇപ്പോൾ ഈ വണ്ടി 2017 നമ്മളെടുത്തത്. ഇപ്പോൾ തന്നെ 8 years ആവാനായി. ഇതുവരെ മേജർ ആയിട്ടുള്ള ഒരു പാർട്സ് റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് വഴി കിടക്കുന്നതായിട്ടുള്ള റെസ്റ്റോ ബ്രേക്ക് ഡൗണോ അങ്ങനെയൊന്നും ഈ വണ്ടി നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലയബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഈ വണ്ടി. അപ്പോൾ നമ്മുടെ അടുത്ത കൺസേൺ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുടെയാണ്. ഇപ്പോൾ അച്ഛനാണേലും അമ്മയാണേലോ മുത്തശ്ശിയാണേലോ അവർക്ക് എങ്ങനെയാണ് ഈ ഫാമിലി എക്സ്പീരിയൻസ്? ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി വെഹിക്കിൾ തന്നെയാണ്. ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ഫാമിലി വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തരും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫാമിലിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ പലപ്പോഴും ലോങ് ഡ്രൈവ് പോയപ്പോഴും
ഒരു ഫറ്റീഗും എനിക്കോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ ഫാദറിന് പ്രത്യേകിച്ചാണെങ്കിൽ മുട്ടിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ള ആളാണ്. അത് അങ്ങനെ ആയിരുന്നെങ്കിലും ഇൻഗ്രസും വലിയ കുഴപ്പമില്ല. ലോങ് പോകുമ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് ഒരു ഫറ്റീഗ് ഒന്നും വന്നിട്ടില്ല. പിന്നെ സീറ്റ്സും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ ഉയർന്ന മോഡൽ വരുമ്പോൾ ലെതർ പോൾസ്ട്രിക്കുള്ള കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് സീറ്റ്സ് കിട്ടും. എന്നാലും ഇത് വലിയ കുഴപ്പമില്ലാണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആകെയുള്ള നെഗറ്റീവ് പറയാനാണെങ്കിൽ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മോശം റോഡ് പോകുമ്പോൾ റോഡ് അൻഡുലേഷൻസ് ഒക്കെ ഉള്ളിലോട്ട് എത്താറുണ്ട്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓവറോൾ ഫാമിലി വൈസ് വെരി നൈസ് എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മള് സർവീസിന് കയറ്റുമ്പോൾ എത്ര രൂപയൊക്കെ ഏകദേശം ചെലവായിട്ടുണ്ടോ ഈ പാർട്സും ഇതിന്റെ എന്താ പറയാ നമ്മുടെ ലേബർ ചാർജും പരിപാടി എല്ലാം കൂടിയിട്ട് വരുമ്പോൾ? എല്ലാം കൂടി ഒരു 7,000 കീഴെ എപ്പോഴും അത്രേ വരുന്നു. സാധാരണ ഏത് വണ്ടി കയറി കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ആൾട്ടോയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട് 7,000 സംതിങ്. അത്രേ വരുന്നു. 7,000 റേഞ്ചിലേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി നമ്മുടെ അടുത്ത കൺസേൺ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പൈസക്കുള്ള മൂല്യമുണ്ടോ, അതായത് വാല്യൂ ഫോർ മണി ആണോ കാറ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെഹിക്കിൾ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര വാല്യൂ ഫോർ മണി എന്ന് തോന്നിയ മോഡലാണ് സ്പെസിഫിക്കലി സിറ്റിയുടെ ഈ VMP എന്നുള്ള മോഡൽ എനിക്ക് ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത്. കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട ആ സമയത്ത് നമുക്ക് വേണ്ടിയിരുന്ന എല്ലാ ക്രിയേറ്റീവ് കംഫർട്ടും ഈ വണ്ടി നമുക്ക് തന്നിരുന്നു. പിന്നെ ഇത് ഹയർ മോഡൽസ് ആണ് കൂടി കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടിയിരുന്നു. പക്ഷെ നമുക്ക് ആവശ്യത്തിന് വേണ്ട എല്ലാ ഒരു ക്രിയേറ്റീവ് കംഫർട്ടും ലക്ഷറിയും ഈ വെഹിക്കിൾ എനിക്ക് തന്നിരുന്നു. സോ വാല്യൂ ഫോർ മണി ഈ വെഹിക്കിൾ ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഇത് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാം. അതായത് ഇത്ര കാലം ഹോണ്ട യൂസ് ചെയ്തു, അപ്പം ഇത് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ വണ്ടിയെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് പറയുകയാണ് ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യും. കാരണം ഇത് എല്ലാം കൊണ്ടും ഓവറോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാം കൊണ്ടും തികഞ്ഞൊരു വണ്ടിയായിട്ട് തോന്നിയൊരു വാഹനമാണ്. ബിൽഡാണെങ്കിലും നല്ലൊരു സ്റ്റേഡി ആയിട്ടുള്ള ബിൽഡായിരിക്കും തോന്നിയിട്ടുണ്ട്. GN ക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയാണ്. സോ വണ്ടിയായി മാത്രം ഐസൊലേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യും. പക്ഷേ ബ്രാൻഡ് ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ കറൻ്റ്ലി ഹോണ്ട ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലൈനപ്പിൽ വളരെ ചുരുക്കം വെഹിക്കിളേ ഉള്ളൂ. പണ്ട് വളരെ സ്റ്റാർ ആയിരുന്ന ഒരുപാട് വെഹിക്കിൾസ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അത് പിന്നീട് ഫേസ് ലിഫ്റ്റ് ചെയ്യാനോ അതിൻ്റെ പുതിയ വേർഷൻ ഇറക്കാനോ യാതൊരു എഫേർട്ട് ഇപ്പോൾ ഹോണ്ട എന്ന് ബ്രാൻഡ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർഡൊക്കെ പെട്ടെന്ന് നമുക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ പോലെ ഹോണ്ടയുടെ ഫ്യൂച്ചർ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഹോണ്ട എന്ന് ചിലപ്പോൾ ആൾട്ടർനേറ്റീവ്സ് ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ, അതിലോട്ടൊക്കെ മാറാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ വർക്കുകൾ എന്തെങ്കിലും ഇപ്പം വണ്ടീന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നോ? ഇല്ല, എക്സ്ട്രാ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മേടിച്ച സമയത്ത് അക്സസറി ആയിട്ട് കുറച്ച് ചെയ്തിരുന്നു. അത് ഒന്നാമത് സീറ്റ് കവറാണ് ചെയ്തിരുന്നത്. കാരണം ഇതിന്റെ റെക്സിന്റെ സീറ്റായിരുന്നു വരുന്നത്. ഹയർ മോഡൽസ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്ററി ഉള്ള സാധനം വരുമായിരുന്നു. പിന്നെ സീറ്റ് കവർ ചെയ്തിരുന്നു, പിന്നെ ഫ്ലോർ മാറ്റ് ഇത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ കുറെ ക്രോമിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ക്രോം ആഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. എക്സ്റ്റീരിയർ ആയിട്ട് വലിയ കാര്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റീരിയറിലാണ് നമുക്ക് എന്തെങ്കിലും വേണ്ടത്. നമ്മുടെ സ്പേഷ്യസും കംഫർട്ടും ആണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഈ കമ്പനി ആയിട്ട് എന്തെങ്കിലും തന്നിരുന്നോ? കമ്പനി ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് പിന്നെ ഒരു പില്ലോ തന്നിരുന്നു ബാക്കിൽ വെക്കാനുള്ള. പിന്നെ യൂഷ്വലി കോംപ്ലിമെന്റ്സ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് യൂഷ്വലി തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ സർവീസിന് നമ്മളിപ്പോ പുറത്ത് പോകുന്നുണ്ടോ? അതായത് കാലിക്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ, അല്ല വയനാട് തന്നെ നമുക്ക് കിട്ടാറുണ്ടോ? ഇത് 2017 എടുത്ത സമയത്ത് കാലിക്കറ്റ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിന് അടുത്തുള്ള സർവീസ് സെന്ററിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് വയനാട്ടിൽ അവരുടെ പുതിയ ബ്രാഞ്ച് കാക്കവയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അവിടെയാണ് കൊടുക്കുന്നത്. കുഴപ്പമില്ല, സാറ്റിസ്ഫാക്ടറി. അപ്പൊ കിരണ 7 കൊല്ലം കൊണ്ട് ഇപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇനിയിപ്പം വണ്ടി മാറ്റാനുള്ള ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? വണ്ടി ആക്ച്വലി ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. കാരണം എനിക്ക് വേറൊരു 4 സീറ്റർ വെഹിക്കിൾ കൂടിയുണ്ട്, ഒരു ഇഗ്നിസ് ഉണ്ട്. എൻ്റെ ഫാമിലിയും ഗ്രോ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു 7 സീറ്ററിലേക്ക് എനിക്ക് മാറാൻ താല്പര്യമുണ്ട്. പിന്നെ മാറുമ്പോൾ ഇത് മാനുവലാണ്. അപ്പോൾ ഇനി ഒരു ഓട്ടോമാറ്റിക്കിലേക്ക് മാറാനും താല്പര്യമുണ്ട്. ഇത് 7 സീറ്റർ. ഏതാണ് ഇത് വരുന്നത് ഫസ്റ്റ്? കറന്റ്ലി ഇപ്പോൾ മഹീന്ദ്രയുടെ XUV 700 നോക്കുന്നുണ്ട്. പിന്നെ സഫാരി കൺസിഡറേഷൻ ഉണ്ട്. ഇപ്പോൾ ഹോണ്ട എന്ന ബ്രാൻഡ് ഇപ്പോഴും ഒരു കേപ്പബിൾ ആയിട്ടുള്ള 7 സീറ്റർ ഉണ്ടെങ്കിലും ബ്രാൻഡ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഈ ഹോണ്ടയുടെ വെഹിക്കിൾ തന്നെ നോക്കൂ. പക്ഷേ ഇപ്പോഴുള്ള സിറ്റുവേഷൻ അതല്ലാത്തതുകൊണ്ട് വേറെയുള്ള മാനുഫാക്ചറേഴ്സ്. അതെ. അപ്പോൾ നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിലെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പം പെട്രോൾ എഞ്ചിനാണല്ലോ യൂസ് ചെയ്തത്, നമുക്ക് അത് മാറ്റിയിട്ട് EV-യിലേക്ക് മാറാനുള്ള താല്പര്യം വല്ലതും ഉണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 സീറ്റർ ആണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ആലോചിക്കുന്നത്. സോ 7 സീറ്റർ കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള EV വെഹിക്കിൾസ് ഒന്നും ഇപ്പോൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ EV-നെ പറ്റി ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ EV-യിലേക്ക് മാറാനുള്ള ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ അഡിക്വേറ്റ് ആണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. സോ EV-യിലേക്ക് ഞാൻ മാറും, എന്തായാലും ഫ്യൂച്ചറിൽ മാറും. എന്തായാലും എല്ലാവരും മാറണമല്ലോ. അപ്പോൾ പക്ഷേ കുറച്ച് കാലം കൂടി എന്തായാലും IC എഞ്ചിൻസ് തന്നെ ഫോളോ ചെയ്യാൻ താല്പര്യം.
അപ്പോൾ കിരണേ, ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ഇതുവരെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയും നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് താങ്കളുടെ ഹെൽപ്പ് നമ്മൾ ഇനിയും സീക്ക് ചെയ്യുന്നതാണ്. അടുത്തൊരു വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ഇഗ്നിസ് നമ്മൾ അടുത്ത് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിനെന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ്. സോ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.